ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസ് പ്രതി ഋതു ജയനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജനുവരി 16-നാണ് ചേന്ദമംഗലം കിഴക്കുംപുറത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ ഋതു തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, അത്യന്തം ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതിയാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു തെളിവെടുപ്പ് നടന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, രാവിലെ 7:30 തെളിവെടുപ്പുണ്ടായത്. 10 മിനിറ്റ് മാത്രമായിരുന്നു തെളിവെടുപ്പ് നീണ്ടു നിന്നതും. പരമാവധി വേഗത്തിൽ ഇയാളെ എത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അത് പൂർത്തിയാക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ട് ഇന്ന് 4-ാം ദിവസമാണ്. ഈ 4-ാം ദിവസമാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. വലിയ പോലീസ് കാവലും ഉണ്ടായിരുന്നു. കാരണം പ്രതിയെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനം രോഷാകുലരാകുമെന്ന് പോലീസ് ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരെയും അറിയിക്കാതെ അതിവേഗത്തിൽ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയത്. മാത്രമല്ല 10 മിനിറ്റോളം മാത്രമേ തെളിവെടുപ്പ് നീണ്ടു നിന്നുള്ളൂ. കാരണം മുൻപ് ഇതിന് കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. കൂടാതെ ഇന്നലെ 2 കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ദൃക്സാക്ഷികളായിട്ടുള്ള 2 കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുക്കാൻ കഴിയുമെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. രാവിലെ 7:30 പ്രതിയെ എത്തിക്കുന്നു. 7:40 തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നു. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാളെ അതിക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിൽ ഇപ്പോഴും അത്യാഹിത വിഭാഗത്തിലാണ് അയാൾ കഴിയുന്നത്. അങ്ങനെ 4 പേരെ ക്രൂരമായി മർദ്ദിച്ച ഒരാൾ, അതിൽ 3 പേരുടെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള ഒരാൾ, അയാളെ ആ വീട്ടിലെത്തിച്ച അല്പനേരം മുൻപാണ് തെളിവെടുത്തത്. എന്തായാലും ഋതു ജയനെ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഇയാളെ ലഹരിക്കടിമയായിരുന്നു. കാലങ്ങളായി ഈ കുടുംബത്തിന് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി നിലനിൽക്കെയാണ് ജനുവരി 16-ാം തീയതി ഇയാൾ ആ കുടുംബത്ത് വൈകുന്നേരം 6 മണിയോടുകൂടി കയറി 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. സുജിത്ത് എന്ന് പറയുന്ന ഒരാളെ ക്രൂരമായി തലക്കടിച്ചതിന് ശേഷമായ അദ്ദേഹം ഇപ്പോഴും അത്യാഹിത വിഭാഗത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഋതു ജയനെ ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടാകുമോ എന്നുള്ളത് പോലീസ് ഭയന്നിരുന്നു. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഋതു ജയൻ്റെ വീട് അവിടെയുള്ള ആളുകൾ തല്ലി തകർത്തിരുന്നു. അതിനുശേഷം ആകെ പോലീസിന് ചെറിയൊരു ഭയപ്പാടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനം കൂട്ടമായി ഈ പ്രതിയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് പോലീസിൻ്റെ ഡ്യൂട്ടിയെ തന്നെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വലിയ ബന്ദോബസ്തിൽ പോലീസ് കാവലിൽ ഈ പ്രതി എത്തിക്കുന്നതും തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതും. അല്പനേരം മുൻപ് ആ വീട്ടിലേക്ക്, അന്ന് കഴിഞ്ഞ 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് അയാൾ ക്രൂരമായി അതിക്രമം നടത്തി ആ വീട്ടിലേക്ക് അയാളെ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തുമ്പോഴും പ്രതിയുടെ മുഖഭാവത്തിന് യാതൊരുവിധ മാറ്റവും കണ്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ഇത്രയും ദിവസം ഈ ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും ഒരു കുറ്റബോധവും ആ പ്രതിക്കില്ല എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. മാത്രമല്ല ഇയാൾ ലഹരിക്കടിമയായിരുന്നു. കാലങ്ങളായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലേക്ക് യാതൊരു കാരണവുമില്ലാതെ കടന്നു വന്ന് അതിക്രമം നടത്തിയ ക്രൂരമായ ഒരു കൊലയാളി എന്നുള്ളത് തന്നെയാണ് ഇയാളെക്കുറിച്ച് പോലീസും വിശേഷിപ്പിക്കുന്നത്. ഇയാളുടെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. മുൻപ് 4 കേസുകളിൽ പ്രതിയായിരുന്നു ഋതു ജയൻ. 52 ദിവസത്തോളം ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ജയിലിൽ കിടന്നിരുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ഒരു പൊതുശല്യമായിട്ടുള്ള ഒരാൾ ഒരു പ്രദേശത്ത് ക്രൂരമായ കൊല നടത്തുക, 3 പേരെ, ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തുക, ഒരാളെ ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കുക, അത്തരത്തിലുള്ള ഒരാളെയാണ് അല്പനേരം മുൻപ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ലക്ഷ്മി, സഹിൻ, ആശുപത്രിയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണിപ്പോൾ?
അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയോട്ടിക്ക് പൊട്ടലുണ്ടായിട്ടുണ്ട്. ഈ അടിയുടെ ആഘാതത്തിലാണ് തലയോട്ടിക്ക് പൊട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ശസ്ത്രക്രിയ പൂർത്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജിതിൻ്റെ ആരോഗ്യനില ഇപ്പോഴും അപകടനില തരണം ചെയ്യാതെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിലെ 3 പേര് മരണപ്പെട്ടു. ഒരാൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. ഇപ്പോഴും ആ 2 കുഞ്ഞുമക്കളുടെ അവസ്ഥയാണ് ദയനീയമായിട്ടുള്ളത്. കാരണം പഞ്ചായത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ആ കുടുംബത്തിലേക്ക് തങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച ആ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആ കുഞ്ഞുങ്ങളുള്ളത്. അവരുടെ അച്ഛൻ ആശുപത്രിയിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അതീവ ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും ഈ സമയത്തെല്ലാം തന്നെ ഈ അതിക്രമം നടത്തിയ പ്രതിക്ക് ഒരു ഭാവഭേദവും ഇല്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പോലീസുകാരെ അടക്കം ഞെട്ടിക്കുന്നത്. അവർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, പക്ഷേ അപ്പോഴും ഇയാൾക്കൊരു കുറ്റബോധവും ഇയാളിൽ കാണുന്നില്ല എന്നുള്ളതാണ് ലക്ഷ്മി എടുത്തു പറയേണ്ടതും. ലഹരിക്കടിമയായി ഒരു കുടുംബത്തിലെ 4 പേരെ കൊലപ്പെടുത്തിയ പ്രതി അല്പനേരം മുൻപാണ് അയാളെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തത്. ഇനി എന്തായാലും നാളെ വൈകുന്നേരത്തോടെ ഇയാളെ വീണ്ടും കോടതിക്ക് കൈമാറും. കോടതി അവിടെ നിന്ന് ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്യും. ലക്ഷ്മി, തീർച്ചയായും കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ചേന്ദമംഗലം കൊലപാതകം. 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയായിരുന്നു ആ പ്രതി. ഒരു കുറ്റബോധത്തിൻ്റെ ഒരു അംശം പോലും അയാൾക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഒരാൾ മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന സ്ഥിതിയുണ്ട്. 2 ചെറിയ കുട്ടികൾ, അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ അവരുടെ കൺമുന്നിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം. അത്യന്തം ക്രൂരമായ ഒരു കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ആ 2 കുട്ടികളുള്ളത്. അതൊക്കെ കേരളം വളരെ ഞെട്ടലോടെയാണ് ആ കാഴ്ചകൾ, ആ വാർത്തകൾ അറിഞ്ഞത്. ഇപ്പോൾ ആ കൊലപാതകത്തിലാണ് തെളിവെടുപ്പ് നടന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി എന്നുള്ളതാണ്. കാരണം അവിടെയൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുവാൻ സാധ്യതയുണ്ട്. ആ കൊല നടന്ന വീട്ടിലേക്ക് പ്രതി ഋതുവിനെ എത്തിച്ച് തെളിവെടുപ്പ് 10 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. വലിയ സുരക്ഷയും അവിടെ ഒരുക്കിയിരുന്നു. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.